ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് ഒരു സർപ്രൈസിങ് വ്ളോഗാണ്. വലിയ സർപ്രൈസ് ഒന്നുമില്ല. ദീപക്കിന് ഒരു ഫുഡ് കൊണ്ട് സർപ്രൈസ് ആക്കുക. ആള് കുറേ ദിവസമായി ബിരിയാണി വെച്ചിട്ട് കുറേ ആയി എന്ന് പറയണം. പണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി വെച്ച് കൊടുക്കാറുണ്ട്. അപ്പം വർക്കിന് ശേഷം നമ്മൾ ടൈം കിട്ടുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ബിരിയാണി വെക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ വെക്കാൻ നേരത്ത് സാധനം ഇല്ല എന്നുള്ളത് ഞാനിങ്ങനെ മനസ്സിലാക്കി. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് പോയിട്ട് സാധനം വാങ്ങണം. സെയിം നമ്മൾ പോകാറുള്ള താഴെ സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ പോയിട്ട് സാധനം പറയുമ്പോൾ റൈസും ചിക്കനും വാങ്ങണം. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് പോയി വാങ്ങിയിട്ട് വേഗം വരാം. ടൈം നമ്മൾ മുന്നിൽ ഒട്ടുമില്ല. ആളിപ്പോൾ വരും. അപ്പോൾ അതിന് മുന്നേ വെച്ച് കഴിയുകയാണെങ്കിൽ സർപ്രൈസ് ആവും, അല്ലെങ്കിൽ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും സർപ്രൈസ് ആവും. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഞാനത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുക്കിംഗ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണിക്കാം. ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് മൊത്തമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഇതാണോ എന്ന് ചോദിക്കും. കാരണം എൻ്റെ കുക്കിംഗ് സ്കില്ലൊന്നും അത്ര വലിയ ഇതൊന്നും അല്ലാതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് പോയിട്ട് സാധനം പോയിട്ട് മേടിക്കാം. അപ്പോൾ ഇതാ ഞാൻ പോവാണ്. നമ്മൾ ബിരിയാണിക്കുള്ള സാധനങ്ങൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കേട്ടോ. നമ്മൾ അന്ന് പോയ സൂപ്പർ മാർക്കറ്റിൽ തന്നെ കേട്ടോ പോകണം. നമുക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണിയുടെ റൈസ് അവിടെയാണ് ഉള്ളത്. നമ്മൾ സാധാരണ അവിടെ നിന്നാണ് ബിരിയാണി വെക്കാനൊക്കെ വാങ്ങാറ്. അപ്പോൾ പോയി നോക്കാം. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. ഒന്നുമില്ല, റൈസ്, അതുപോലെ ചിക്കൻ, കുറച്ച് ഏലക്കായ, പിന്നെ കാഷ്യൂസ്, പിന്നെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ചോക്ലേറ്റ് വാങ്ങിയിട്ടോ. ഇത് നമ്മൾ എപ്പോഴും കാണാറുള്ള ചേച്ചിയാണ്, പരിചയമുള്ള ചേച്ചിയാണ് കേട്ടോ. അപ്പം ഞാൻ ചാനലിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇപ്പോൾ തന്നെ 11:30 ആയിട്ടുണ്ട്. 11:30 ആവുന്നു. അതിന് മുന്നേ നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം. അറിയില്ല, വേഗം സ്പീഡപ്പൊക്കെ നോക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴുകി മസാല വരട്ടി വയ്ക്കണം. ഓക്കെ, അപ്പോൾ അതെന്തായാലും കഴുകാം. ഓക്കെ, ഇനി അത് അവിടെ ഇരുന്ന് ആയിക്കോട്ടെ. ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് കുറച്ച് നേരം. അപ്പം ബിരിയാണീൻ്റെ റൈസാണ് കേട്ടോ. ഞാനൊരു 2-2.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നമുക്ക് നാളെ ഉപയോഗിക്കാനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ബിരിയാണി ഇഷ്ടമായതുകൊണ്ട് നമ്മൾ രണ്ടാളും കഴിക്കുകയും ചെയ്യും. അത് ആദ്യം കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ട്. അതൊരു 1/2 hour അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത പണി നമുക്ക് സവോള കട്ടാക്കണം. അപ്പോൾ ഞാൻ 5 സവോളയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 സവോള ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കും. പിന്നെ 3 സവോള ഞാൻ അതൊന്ന് ഫ്രൈ ആക്കാനും ബിരിയാണീൻ്റെ മേലിടാനും അങ്ങനെ കുറച്ച് മസാലയ്ക്ക് ഇടാനും അങ്ങനെയൊക്കെ ഇട്ടെടുക്കും. അപ്പോൾ ഇത് നന്നാക്കി കഴിഞ്ഞിട്ട് ഞാൻ 2 പ്ലേറ്റിലാക്കിയിട്ടാണ് വയ്ക്കാറ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കത് നന്നാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 സവോള ഞാൻ ഇവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ സവോള ബാക്കി നന്നാക്കിയത് ആദ്യം വെച്ചിട്ടുണ്ട്. അതൊന്ന് സവോള അരിഞ്ഞിട്ട് എൻ്റെ കണ്ണ് നോക്കൂ. ഇതെപ്പോഴും എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ. എന്ത് ചെയ്തിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് സവോള അരിയുമ്പോൾ. നമ്മൾ കരഞ്ഞു പോകും. അത് കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്തിട്ട് വേഗം പണിയിലോട്ട് കിടക്കട്ടെ. ഓക്കെ, കരഞ്ഞപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വന്നതാണ്. അപ്പം ഞാനിത് ഈ ഒരു പാത്രത്തിലാണ് ഞാൻ മസാലയൊക്കെ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് സവോള ഒന്ന് ഫ്രൈ ചെയ്യാം. മീൻസ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മസാലയൊക്കെ ഇട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ ഒരു മൂഡൊക്കെ വരണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വർക്ക് ആയതിനു ശേഷം എനിക്ക് അങ്ങനെ ടൈം കിട്ടാറില്ല. അപ്പം കുറച്ച് വീക്കിന് ശേഷമാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്കും ദീപകിനും ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് കേട്ടോ ബിരിയാണി. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്പൈസസ് എല്ലാം ഒന്ന് ഓയിലിൽ സെറ്റാക്കി എടുക്കാം. നമുക്ക് ആ ഫ്ലേവർ വരണമല്ലോ. ഇതിൽ 1/2 ഞാൻ മാറ്റി വെച്ചിട്ടുള്ള റൈസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 1/2 ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിട്ടിട്ട് വേണം നമുക്ക് സവോള ഇട്ട് വഴറ്റാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ വന്നതിന് ശേഷം കേട്ടോ ഇങ്ങനെ ബിരിയാണി വെക്കാനൊക്കെ പഠിക്കും സെറ്റപ്പൊക്കെ ചെയ്ത്. പണ്ട് എൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്ന് നിന്നപ്പം, ഞാനൊരു പേര് പറയാം, പവിത്ര, അലീഷ, അവർ വീട്ടിൽ വന്ന് നിന്നപ്പം ഞങ്ങൾ 3 പേര് കൂടിയിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഇന്നിങ്ങനെ ഓർത്തു. അന്ന് നമ്മൾ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്കൊന്നും ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കുമ്പം ഹെൽപ്പ് ചെയ്യും എന്നല്ലാതെ അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. ഞാനിവിടെ വന്നിട്ടാണ് ഒറ്റയ്ക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി സെറ്റായത്. എനിവേ എനിക്ക് എന്തായാലും കുഴപ്പമില്ല എന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കി. ഇപ്പം ഏറെക്കുറെ സെറ്റാണ്. പക്ഷെ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാണിച്ചു തരാനൊന്നും ദീപകനെ ഞാൻ വിളിച്ചിരുന്നു. പെട്ടെന്നൊന്നും വരണം, എൻ്റെ കുക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഞാനിപ്പം മുറങ്ങി നീട്ടിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ വരും. നമ്മളെ ബിരിയാണി ഇവിടെ ഒന്നും ആയിട്ടില്ല. എന്തായാലും നോക്കാം, കുഴപ്പമില്ല. ബിരിയാണി എന്ന് പറയുമ്പം ഉണ്ടാവുന്ന സന്തോഷം അത് മതി. അരി സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഓൾറെഡി എന്തൊക്കെയോ സെറ്റായിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുതിനയുടെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഇനി അരി ഇടുമ്പോൾ രണ്ടും കൂടി മിക്സ് ആവാതിരിക്കാൻ ജസ്റ്റ് ഒരു ലെയർ എന്നുള്ള രീതിയിൽ ഒരു ഫ്ലേവറും കിട്ടുമല്ലോ. അപ്പോൾ പ്രാവശ്യം മേടിച്ചത് അമ്മ എന്തായാലും സംസാരിക്കൂ. പറഞ്ഞോ. ഒന്നുമില്ല, ആരുമില്ല. അമ്മ ക്ലിയർ ഇല്ല, നെറ്റിന്റെ ചാർജ് നെറ്റില്ല. ഇത് കലക്കി. ഞാൻ പോയി മേടിച്ചു. അതാണ് ടേബിൾ ചോക്ലേറ്റ് അല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ്? സർപ്രൈസ് ഞെട്ടിച്ചു പറഞ്ഞിരിക്കണം. പൈലക്കറി പ്രതീക്ഷിച്ച് വന്നിട്ട് ബിരിയാണി കിട്ടിയില്ലേ? ബിരിയാണി കിട്ടിയില്ല. അതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇനി സലാഡ് നമുക്ക് ഫുഡ് കഴിച്ചാലോ? അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാട്ടോ. അറിയില്ലേ തോന്നുന്ന. പിന്നെ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, സോസ് ഉണ്ട്. ഓക്കെ, നമ്മൾ കഴിക്കാൻ പോവാട്ടോ. വായന്ന് വെള്ളം വരുന്നുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? ബിരിയാണി നല്ല പാരഗൺ ബിരിയാണി കഴിക്കുന്ന പോലെ. അത്രയ്ക്ക് പോണോ? അയിലക്കറി പ്രതീക്ഷിച്ച് വന്ന ഒരാൾക്ക് നമുക്കൊരു ചിക്കൻ ബിരിയാണി കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ സർപ്രൈസ് ആയി. വരാൻ നേരത്തേക്ക് ഞാൻ അങ്ങോട്ട് ദമ്മിലിട്ട് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. എല്ലാ വീക്കെൻഡും ഇതേപോലെ ഇല്ല എനിക്ക് തോന്നാ മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്തു തരാറില്ല. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഷോർട്ട് വ്ളോഗ്. അപ്പൊ അടുത്ത വ്ളോഗായിട്ട് വരുന്നേക്കും വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ബൈ ഗൈസ്, ബൈ.